തിരുവനന്തപുരം മൊട്ടമൂട് അംഗനവാടി ടീച്ചർ കുഞ്ഞിനെ ക്രൂരമായി മുഖത്തടിച്ച സംഭവത്തിൽ ഇന്ന് പോലീസ് കേസെടുത്തേക്കും. കുഞ്ഞുമായി ആശുപത്രിയിലുള്ള പിതാവ് രാവിലെ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകും. അംഗനവാടി ടീച്ചറായ പുഷ്പകലയ്ക്കെതിരെയാണ് പരാതി. തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സലീം, ഇന്നലെ അങ്ങേറ്റ സങ്കടപ്പെടുത്തുന്ന ആ വാർത്ത, ആ കുഞ്ഞിന്റെ ചിത്രമടക്കം 24 പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇതേ തുടർന്ന് കാര്യമായ നിയമ നടപടിയിലേക്ക് പോകാൻ ഈ കുടുംബത്തിന് ഇന്നലെ സാധിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുന്നു. ആ സമയം മുതൽ ഇന്നലെയും അവർ ആശുപത്രിയിലായിരുന്നു, അച്ഛനും അമ്മയെന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് പോലീസിലേക്ക് പരാതിയുമായി പോകുമ്പോൾ ഈ ടീച്ചർക്കെതിരെ എന്തെങ്കിലും നടപടി ഈ ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ? ഗൂഗിൾ നിലവിൽ ഇതുവരെയും ഒരു നടപടിയിലേക്ക് കടന്നിട്ടില്ല. പക്ഷേ കഴിഞ്ഞ 2 ദിവസം മുൻപ് സംഭവിച്ച ഈ വിഷയത്തിൽ ഇത് പരാതി പോലും ഇല്ലാതെ ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു, പല ഭാഗത്തു നിന്നും നടന്നിരുന്നു. പക്ഷേ 24 ആണ് ആ നീക്കങ്ങളെ പൊളിച്ചത്. 24 ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെ ആ കുടുംബവും നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. അത് പുറം ലോകം അറിയാതെ പോകുമായിരുന്ന ആ വിഷയമാണ് 24 പുറത്തെത്തിച്ചത്. പിന്നാലെ ഇന്ന് പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നിലവിൽ ആ കുടുംബം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നതിനാലാണ് ആ കുടുംബത്തിന് മറ്റ് നടപടികളിലേക്ക് കടക്കാൻ കഴിയാഞ്ഞത്. ഇന്ന് പിതാവ് രാവിലെ എത്തി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകും. അംഗനവാടി ടീച്ചറായ പുഷ്പകലയ്ക്കെതിരെയാണ് ആ പരാതി നൽകുന്നത്. കുഞ്ഞിന് മർദ്ദനമേറ്റതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ആ മുഖത്തടിച്ച പാടുൾപ്പെടെ ഉണ്ടായിരുന്നു. അത് കൊടും ക്രൂരത എന്ന് തന്നെ പറയാൻ കഴിയും. ഒരു 2.5 വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞിന്റെ മുഖത്ത് നല്ല ചുവന്ന പാട് കിടക്കുന്നതും കണ്ടതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും തെളിവുകൾ നിരവധി ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും നിലയിൽ നടപടി ഒഴിവാക്കുക എന്നുള്ളത് ഇനി സാധ്യമല്ല. അതുകൊണ്ട് സ്വാഭാവികമായും ഇന്ന് തന്നെ ഒരു നടപടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം ബാലാവകാശ കമ്മീഷനും സംഭവത്തിൽ ഇടപെട്ടിട്ടുണ്ട്. സ്വമേധയാ കേസെടുക്കുന്ന ഒരു നിലയാണ് ഇപ്പോഴുള്ളത്. അതിന് പിന്നാലെ തന്നെ പോലീസിൽ ബാലാവകാശ കമ്മീഷൻ വിശദീകരണം കൂടി തേടിയാൽ എന്തായാലും ഈ ജോലി, പുഷ്പകല എന്ന അധ്യാപികയ്ക്ക് ജോലി തുടർന്നു പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. ആദ്യം തൈക്കാട് ആണ് ഈ തൈക്കാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിലായിരുന്നു കുഞ്ഞിനെ പ്രവേശിപ്പിച്ചത്. പിന്നാലെ വിദഗ്ധ പരിശോധനയ്ക്കായി SAT ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ് കുഞ്ഞ്. എന്തായാലും ഇന്ന് നിയമ നടപടി ആരംഭിച്ച ഉടൻ തന്നെ പോലീസും ആ വിഷയത്തിൽ ഇടപെടും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഗോകുൽ, ശരി. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയ. 2.25 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയുടെ മുഖത്താണ് ആ ടീച്ചർ അടിച്ചത്. എന്തായാലും നടപടി ഉണ്ടാവട്ടെ. കുടുംബം നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. പരാതി അടക്കം നൽകാൻ ഇന്ന് പിതാവ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.